അദാനിയുടെയാണ് പോർട്ട്. അദാനിയും പിണറായി വിജയനും ചേർന്ന് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനം? ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ഈ വിഴിഞ്ഞം പദ്ധതി സാമ്പത്തികമായി വലിയ നഷ്ടമാണ്, തട്ടിപ്പാണ്, അഴിമതിയാണ്, കടൽക്കൊള്ളയാണ് എന്ന് എഴുതിയവരാണ് അന്നത്തെ പ്രതിപക്ഷം. ദേശാഭിമാനിയുടെ ഒരു ഫുൾ പേജ് വിഴിഞ്ഞം കരാർ കടൽക്കൊള്ളയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്നും അതവിടെ കിടക്കുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ കമ്മീഷനിങ് ഉദ്ഘാടനം നടന്നിരിക്കുന്നു. ഞാൻ വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു ആരാധകനല്ല എന്ന് ആദ്യമേ പറഞ്ഞേക്കാം. ഈ വിഴിഞ്ഞം പദ്ധതി സാമ്പത്തികമായി വലിയ നഷ്ടമാണ്, തട്ടിപ്പാണ്, അഴിമതിയാണ്, കടൽക്കൊള്ളയാണ് എന്ന് എഴുതിയവരാണ് അന്നത്തെ പ്രതിപക്ഷം. ദേശാഭിമാനിയുടെ ഒരു ഫുൾ പേജ് വിഴിഞ്ഞം കരാർ കടൽക്കൊള്ളയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്നും അതവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. പിണറായി വിജയൻ 6000 കോടി, അച്യുതാനന്ദൻ 7000 കോടി, തോമസ് ഐസക് വേറെ 1000 കോടി ഒക്കെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ കരാറാണ്. ഭരണം കിട്ടി, കുട്ടി അദാനി AKG സെന്ററിൽ വന്ന് കണ്ടു, പ്രശ്നങ്ങളൊക്കെ കോംപ്ലിമെന്റ്സ് ആയി, എല്ലാം കഴിഞ്ഞു, എല്ലാവരും സെറ്റിൽഡായി. വിഴിഞ്ഞം മഹാപദ്ധതിയായി, വിഴിഞ്ഞം ലോകപദ്ധതിയായി. ഞാൻ വിഴിഞ്ഞത്തിനെ എതിർക്കുന്നത് അതിൻ്റെ അഴിമതി മാത്രമല്ല, അതുണ്ടാക്കുന്ന പാരിസ്ഥിതികാഘാതം. ഇപ്പോൾ നമ്മൾ അത് കുറേശ്ശെ കണ്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും കടലാക്രമണം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ പൊഴിമുറിക്കലും ഒക്കെയായി ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ വലിയ തോതിലുള്ള പ്രത്യാഘാതം കേരളത്തിൻ്റെ തീരത്തുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നമുക്ക് പിന്നെ കാണാം. ഏതായാലും ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ഘട്ടം വന്നിരിക്കുന്നു. ആ ഘട്ടത്തിൽ കഴിഞ്ഞ തവണ തന്നെ ഈ ഉദ്ഘാടന ഘട്ടത്തിൽ ഈ പദ്ധതിക്ക് ഇത് ശരിയാണെങ്കിൽ ഇതിന് ഒപ്പിട്ട ഒരാളുണ്ടല്ലോ, ഉമ്മൻചാണ്ടിയുടെ പേര് പറയണം എന്ന് പറഞ്ഞിട്ട് മിണ്ടിപ്പോരുതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ പാടില്ല, കാരണം ഈ പദ്ധതി ഞാനാണ്, എൻ്റെയാണ് എല്ലാം, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ. അത് മാത്രമല്ല, ആ പദ്ധതിയുടെ ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയുടെ. ആരൊക്കെ അവിടെ പോയത്? മുഖ്യമന്ത്രിയുടെ ഭാര്യ, മുഖ്യമന്ത്രിയുടെ മകൾ, മകളുടെ മകൻ. ഇതെന്താണ്? ഇത് ഏത് രാജ്യമാണ്? അപ്പൊ തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതെ ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പരിപാടിയാണ്. അദാനിയുടെയാണ് പോർട്ട്. അദാനിയും പിണറായി വിജയനും ചേർന്ന് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടനം? നമുക്ക് മനസ്സിലായില്ല. അദാനി പിന്നെ മോഡിയുടെ ആളാണ്, പിണറായിയുടെ ആളാണെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവില്ല. കോൺഗ്രസിനെ വിളിച്ചില്ല എന്നുള്ളതുകൊണ്ട് BJPക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്താണെന്ന് നന്നായി അറിയുന്നവരാണ് LDF. UDF ഭരിച്ചിരുന്ന കാലത്ത് പ്രതിപക്ഷം അതിശക്തമായി കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവായിരുന്നു. അതൊക്കെ അവർ മറന്നുപോയി ഇപ്പോൾ. എന്നിട്ടോ ഭരണത്തിലെത്തിയപ്പോൾ ഇതിൻ്റെ മൊത്തം കുത്തകാവകാശം ഇപ്പോൾ 10 വർഷമാകുമ്പോൾ 9 വർഷം കഴിഞ്ഞു ഭരണം തുടങ്ങിയിട്ട്. എന്നിട്ട് ഞങ്ങളെന്തോ മഹാത്ഭുതം ചെയ്തു, അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ബാക്കി ആർക്കുമില്ല, പ്രതിപക്ഷത്തെ വിളിക്കില്ല എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ്. പ്രതിപക്ഷ നേതാവിനെ കൂടി മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വന്നതിനോ കൂടെയെങ്കിലും മതി കൊണ്ടുവരായിരുന്നു. അപ്പം അത് വളരെ തെറ്റായൊരു സമീപനമാണ്. സ്വന്തം വീട്ടുകാരെ കൊണ്ടുവരാമെങ്കിൽ പ്രതിപക്ഷത്തെയും വിളിക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത ഒരു സർക്കാരാണിത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടുകൂടിയാണ്.